ഊരി തരാന്ന് പറയുന്നത് എന്താ? പാന്റ് ഒന്നല്ലല്ലോ. ഒന്ന് അഷ്ഫാക്കെ, ഞാൻ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കട്ടെ. അല്ലെ നീ പറ, കാര്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. എന്തെല്ലാം കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും ഇന്ന് നീ ഷഡ്ഡിയുടെ ഡാൻസ് കളിച്ചേ മതി. ഇന്നലെ എന്റെ കുണ്ടി ഇതെന്താ പോണഹബ്ബാ? ഇത് കണ്ട അത് മാറ്റി വെക്ക. ഇതെന്താന്ന് സൂപ്പർമാന്റെ സിമ്പിളാ, മാറ്റി വെക്ക. ഞാൻ ഒരു കാര്യം എന്റെ കുണ്ടി അങ്ങനെ പൊള്ളിന് ഇങ്ങനെ പണിഷ്മെന്റ് ഒരേ ഇതുമില്ല. എന്നിട്ട് എന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞു വരും. എന്തായാലും ഞാൻ പറയട്ടെ, ഇത് ഷഡ്ഡി ഇട്ട് തുള്ളുകയെന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിഹീനമായ ഒരു പരിപാടിയാണ്. നിങ്ങൾക്കും ഇല്ല അച്ഛനും ഏട്ടന്മാരല്ലോ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒരാണിന്റെ ഷഡ്ഡി ഒരു കാണലാണോ നിങ്ങളെ എന്റർടൈൻമെന്റ്? ഞാൻ ചോദിക്കുന്നത് നിന്റെ പണം ആർക്കും കാണണ്ട ശേഖര പെട്ടെന്ന് ഞാൻ മ്യൂസിക് ഇട്ടരാ. ഇതെല്ലാം ഇടണം. പിന്നെ അതന്നെയാണ് അവസ്ഥ. പിന്നെ അല്ല പിന്നെ അല്ല നല്ലൊരു മ്യൂസിക് മ്യൂസിക് കണ്ടുപിടിക്കണം. നല്ലൊരു ബീജം പറ. ഇവരെ കൊണ്ട് ഷഡ്ഡി പുറത്ത് ഡാൻസ് കളിപ്പിക്കാൻ പറ്റിയ ഒരു ബീജം. എങ്ങനെ എന്താ പറയാ ഞാൻ കണ്ടില്ല. എന്തോ പറഞ്ഞു. ഇതെന്താ BMN? ആ കൊറേ കണക്കല്ലേ BMN അങ്ങനെ എന്തോ പറഞ്ഞത്. ഒരു ആടിനെ പോലെ അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞത്. BMN എന്താന്ന് ചളി പറഞ്ഞത് CA അല്ലേന്ന്. CA കാരന്താ ഷഡ്ഡി ഇടൂലേ? അങ്ങനെയല്ല, BMN എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നീ BA അല്ലല്ലോ CA അല്ലേ? ഈ 90കളിലെ വസന്തം കോമഡി എടുത്തിട്ട് ഇയാൾ എപ്പാന്ന് എടുത്ത് പോവാന്നാന്ന് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചട്ട് കണ്ട കുണ്ടിയിൽ കൊണ്ടപ്പോ നിങ്ങൾക്ക് റീസ്പിൻ ഉണ്ടായിട്ടില്ല. മനസ്സിലായോടാ? അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ ഒരു കല്യാണം കഴിക്കണ്ടേ? ഞാൻ ഷഡ്ഡി ഇട്ട് തുള്ളുന്നോളെ വീട്ടുകാരോ ആരെയും കണ്ടു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടൂല ജീവിതത്തിൽ. അങ്ങനെ ഒരു സംഭവം അതൊന്ന് ആലോചിച്ചോട്ടാ. ഇത് ഓക്കെ ഞാൻ തുള്ള അതൊന്ന് ആലോചിച്ചോ. അങ്ങനല്ലടാ, ഞാൻ ഒരു മംഗലൊക്കെ ഇന്നലെ കിട്ടുന്നില്ല, നാളെ മറ്റന്നാളെ. ഞാനൊരു കാര്യം പറഞ്ഞ, ഞാൻ പണ്ട് ഷഡ്ഡിലെടുത്ത് പണ്ടല്ലേ ഇപ്പൊ നന്നായല്ലോ. ആ നിങ്ങൾ നന്നായ പോരാ. നീ അല്ലെങ്കിൽ എല്ലാം എന്റെ നോക്കിട്ടല്ലാണ് ചെയ്യുന്നത്. എന്തും കൂടി അങ്ങ് ചെയ്യും. നന്നാകല. കുഴപ്പമില്ല. ഞാൻ ഇനി മോശമില്ലല്ലോ നന്നാകാൻ വേണ്ടിട്ട്. നീ എന്താ പറയുന്നത് ഷമീറ? നീ അത്ര നല്ലോന്നല്ല, കുഴപ്പമൊന്നുമില്ല. കാരണം നീ തെറ്റിച്ചാണ്ടല്ലോ പിന്നെ ഇവിടെ റൂൾസ് പാർഷ്വാലിറ്റി എന്നുള്ള ലെവലിൽ വരും. മനസ്സിലായി? ഒന്നാമത്തെ കാര്യം പൊലാടി തെറിയല്ല. പിന്നെ ഓക്കെ, എന്നാ പിന്നെ ഞാൻ ചെയ്യാം. പക്ഷെ മക്കളെ ഒന്ന് മനസ്സിലായിക്കോട്ടെ. നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നീ ഷാനു 36 ഇവ എന്റെ ലൈവില് വേണ്ടി ഇതാക്കുന്ന ഒരു നായിന്റെ മോനാണ്. റീസ്പിന്നില്ല. ഒന്നെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. ഷഡ്ഡി ഒന്നെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. റീസ്പിന്നില്ല. റീസ്പിൻ അത്രയൊരു സംഭവം നമ്മൾ ഇതിലില്ല. മനസ്സിലാവും? പിന്നെ ആടെ ഒരു എല്ലാരും വായോട്ട്. ഒരു മിനിറ്റ് ചുമ്മാ എല്ലാരും ഒന്ന് വായോട്ട്. വിക്കി ഞാൻ പറ്റും. നീ പോയിട്ട് വാ.
സ്പിരിറ്റിൽ എടുക്കണം. അല്ല ഇതെന്തോ യുദ്ധത്തിന് പോകുന്ന പോലെ എന്നോട് പറയും നീ പോയിട്ട് വാണല്ലോ ഷഡിട്ട് തുള്ളാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മളെ റൂളിനെ അത് ഇത് നീ നിങ്ങൾ കണ്ടിട്ടല്ലോ സാധനമല്ല നിന്റെ നിങ്ങൾ കണ്ടിട്ടല്ലേ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് നിങ്ങൾ ഇവരെ ചട്ടിപ്പുറത്ത് കണ്ടിട്ടല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ആലോചിക്കുമ്പോ ചിരി വരെയാണ് നീ എന്തെല്ലാടാ പറയുന്നത് നാറി ഓമനപ്പുഴ കടപ്പുറത്തെ കൊണ്ട ആ സോങ് പറ ഇതെന്താ എന്റെ മങ്ങനാണോ? എന്റെ മങ്ങനാ റെഡിയാകാൻ വേണ്ടിട്ട് ഒരാളെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. നീ പോയി ലാഗ് എന്നാ പറയുന്നത് എല്ലാരും പോയി ചെയ്യണം കുക്കുറൊക്കെ ഓർമ്മനാ കണ്ണനെ കുറിക്കോ ബ്രോ താലേക്ക് ചിരി വരുന്നത് അയ്യോ ഷമീറേ ആ ഒപ്പനപ്പാട്ട് എന്തെങ്കിലും ഒപ്പനപ്പാട്ട് ബെഞ്ച് മാർക്ക് സാധനം കയ്യിലില്ല. ക്യാൻസൽ എന്ന് പറഞ്ഞു മനസ്സിലായി. പിന്നെ ആർക്ക് പിന്നെ നമ്മളെ ഈ ഒരു സംഭവം പോയി പിന്നെ എല്ലാരും പരിപാടി ചെയ്തു പോകും മനസ്സിലാവും. ലാഗ് എല്ലാരും ലാഗ് എന്ന് പറയുന്നത് വാ ഇതെന്താണ് സിമ്പൽ വെക്കണ വാതടച്ചോ സിമ്പിട്ടോ എന്താ പറഞ്ഞ ഇവനെന്തോ ഓക്കെ ഇത് തെറ്റ് എല്ലാരും മാറി